ഹലോ, ഇത് നമ്മുടെ മുല്ലപ്പൂ മുട്ടുകളാണ്. നമ്മൾ ഓണത്തിന് വിഷുവിന് എല്ലാം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഹെയർ ബാൻഡുകളിൽ നമ്മൾ ഈ ഒരു മുല്ലപ്പൂ മുട്ടുകളാണ് യൂസ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഈ ഒരു മുല്ലപ്പൂ മുട്ടുകൾ പുറത്തുള്ള കടകളിൽ നിന്ന് വാങ്ങിക്കാണ് ചെയ്യാറുള്ളത്. ഇന്ന് നമുക്ക് ഈ ഒരു മുല്ലപ്പൂ മുട്ടുകൾ നമുക്ക് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് സോളാവുഡ് പേപ്പർ എന്ന് പറയുന്ന ഈ ഒരു മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും. നമ്മുടെ മീഷോയിലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എല്ലാം ഈ ഒരു മെറ്റീരിയൽ അവൈലബിൾ ആണ്. സോളാവുഡ് എന്ന പേരുള്ള ഒരു മരത്തിൽ നിന്നും തയ്യാറാക്കുന്ന ഒരു പേപ്പറാണ് ഇട്ടത്. ഇതുപോലുള്ള റോളായിട്ടാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത്. ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ സാധാരണ കടകളിൽ നിന്നും വാങ്ങിക്കുന്ന സെയിം ജാസ്മിൻ ബഡ്സ് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള സൈസിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ മുല്ലപ്പൂ മുട്ടുകൾ ഉണ്ടാക്കാൻ ഇനി നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമായിട്ട് വരുന്നതെന്ന് നോക്കാം. അടുത്തതായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതുപോലെയുള്ള തെർമോക്കോൾ ബോൾസ് ആണ് കേട്ടോ. ഏത് വലിപ്പത്തിലാണോ നമുക്ക് മുല്ലപ്പൂ മുട്ടുകൾ വേണ്ടത് അതിനനുസരിച്ചുള്ള വലിപ്പത്തിലുള്ള തെർമോക്കോൾ ബോൾസ് എടുത്താൽ മതി. അടുത്തതായിട്ട് നമ്മളൊരു ഗ്രീൻ ടേപ്പ് എടുക്കുന്നുണ്ട്. ഇനി നമ്മളൊരു പാത്രത്തിൽ ഇതുപോലെ കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സോളാവുഡ് പേപ്പർ റോളിൽ നിന്നും ഇതുപോലെ ഏകദേശം 1.5 സെന്റിമീറ്റർ വീതിയിലുള്ള ഒരു പീസ് ഇങ്ങനെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഒന്ന് പകുതിയാക്കിയിട്ട് മടക്കിയിട്ട് അതിൻ്റെ ആ സെൻറ്റർ ഭാഗത്തിലൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് 2 എണ്ണമാക്കി എടുക്കുന്നുണ്ട്. ഇത്രയും വലുപ്പത്തിലുള്ള ഓരോ പീസ് വെച്ചിട്ട് നമുക്ക് ഓരോ മുല്ലപ്പൂ മുട്ടുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനായിട്ട് ആദ്യം നമ്മളൊരു പീസ് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഒന്ന് വിരല് വെള്ളത്തിൽ മുക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ വെള്ളമാക്കി എടുക്കണം, ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ആ ഒരു പേപ്പറിൻ്റെ 2 വശത്തും ഇതുപോലെ നമ്മൾ ആ സെൻറ്റർ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ വെള്ളമാക്കി പ്രസ് ചെയ്ത ഭാഗത്തിലൂടെ ഇതുപോലെ ഒരൊറ്റ പ്രാവശ്യം ഒന്ന് പിരിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ ഒരു ഭാഗം നമ്മളിങ്ങനെ പിടിച്ചിട്ട് അടുത്ത ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കാൻ കേട്ടോ. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി. നമുക്കിതാ ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഒന്നുകൂടെ നോക്കാം. ഇതുപോലെ നേരെ പിടിച്ചിട്ട് ഈ ഒരു ഭാഗം പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പിരിച്ചു കൊടുക്കുക. ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി നമ്മുടെ കയ്യിലുള്ള തെർമോക്കോൾ ബോൾ നമുക്ക് ഏത് വലുപ്പത്തിലാണോ മുല്ലപ്പൂ മുട്ട് വേണ്ടത് അതിനനുസരിച്ചുള്ള വലുപ്പത്തിലുള്ള, വലുതാണ് വേണമെങ്കിൽ വലിയ തെർമോക്കോൾ ബോൾ എടുത്തിട്ട് ഇതുപോലെ ഇതിനുള്ളിലാക്കിയിട്ടൊന്ന് വെക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ ഇതുപോലെയാണ് നമുക്ക് പിരിച്ചിട്ട് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത ഭാഗം പിടിച്ചിട്ട് ഇതുപോലെ ചേർത്തിട്ട് താഴെ ഭാഗത്തൊന്ന് പിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും ഞാൻ ചെയ്യുന്നതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, കാര്യങ്ങൾ ക്ലിയർ ആവും. ഈ ഒരു രീതിയിൽ ഇനി നമ്മൾ അതിൻ്റെ താഴെ ഭാഗം ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തണ്ട് ഭാഗം ഒരു പച്ച കളറിലാക്കി എടുക്കണമല്ലോ. അതിനായിട്ടാണ് നമ്മൾ ഗ്രീൻ ടേപ്പ് യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്രീൻ ടേപ്പിൽ നിന്ന് നമ്മൾ ചെറിയൊരു പീസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഗ്രീൻ ടേപ്പിന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രീൻ ടേപ്പിൽ ഇതുപോലെ കുറച്ച് ഒട്ടുന്നതായിട്ട് കിട്ടും. കൂടുതൽ വലിച്ചെടുക്കരുത്, അപ്പോൾ ഗ്രീൻ ടേപ്പ് കീറിപ്പോവും. അപ്പോൾ ചെറുതായിട്ടൊന്ന് വലിച്ചെടുക്കുക. എന്നിട്ട് ഈ ഒരു തണ്ട് ഭാഗത്തായിട്ട് ഇതുപോലെ ഗ്രീൻ ടേപ്പ് വെച്ചിട്ടൊന്ന് പിരിച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ചുറ്റി കൊടുത്താൽ മതി. നമുക്ക് വേറെ ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഈ ഒരു ഗ്രീൻ ടേപ്പിൽ തന്നെ ചെറുതായിട്ട് ഗ്ലൂ ഉണ്ടാവും. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇതുപോലെയുള്ള ജാസ്മിൻ ബഡ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ 2 സൈസിലുള്ളതാണ്, ഒന്ന് ചെറുതും ഒന്ന് വലുതുമാണ്. നമ്മൾ എടുക്കുന്ന തെർമോക്കോൾ ബോളിൻ്റെ സൈസിനനുസരിച്ചാണ് നമുക്ക് മുല്ലപ്പൂ മുട്ടുകൾ കിട്ടുന്നത്. ഈ ഒരു രീതിയിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഒരുപാട് ജാസ്മിൻ ബഡ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു സോളാവുഡ് പേപ്പർ നമ്മുടെ നാട്ടിലുള്ള ബട്ടൺ ഹൗസിലും ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഇത് ഞാൻ എൻ്റെ നാട്ടിലുള്ള ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. അതിലൊക്കെ നമുക്ക് 5 റോളായിട്ടാണ് കേട്ടോ വാങ്ങിക്കാൻ കിട്ടുന്നത്. നമ്മുടെ നാട്ടിലുള്ള ഷോപ്പിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു റോള് മാത്രമായിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതുപോലെ നമ്മളൊന്ന് സെൻറ്റർ ഭാഗത്ത് കുറച്ച് വെള്ളമാക്കിയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് പിരിച്ചു കൊടുത്താൽ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ തെർമോക്കോൾ ബോൾ വെക്കുന്ന വീണ്ടും ഒന്ന് പിരിച്ചു കൊടുക്കുന്നു. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഓണമൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഓണത്തിനും വിഷുവിനൊക്കെ നമുക്ക് ഹെയർ ബാൻഡുകളും അലിഗേറ്റർ ക്ലിപ്പുകളും എല്ലാം ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ഒരുപാട് ജാസ്മിൻ ബഡ്സുകൾ ആവശ്യമായിട്ട് വരും. ഇതുപോലെയുള്ള ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഈ ഒരു പേപ്പറൊക്കെ വാങ്ങിച്ചാൽ നമുക്ക് ഇതുപോലെയുള്ള ജാസ്മിൻ ബഡ്സൊക്കെ ഉണ്ടാക്കിയിട്ട് ഹെയർ ബാൻഡുകൾ ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു മുല്ലപ്പൂ മുട്ടുകൾ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഹെയർ ബാൻഡുകളുടെ മേക്കിംഗ് വീഡിയോകൾ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇനിയും പുതിയ വെറൈറ്റി മോഡലുകളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.